ശക്തമായ മഴയിൽ കൊല്ലം പുനലൂരിൽ വാഹനത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. നെല്ലിപ്പള്ളി പമ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ടോറസ് വാഹനത്തിന് മുകളിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. വാഹനത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. വിവരങ്ങളുമായി സുധീഷ് ചേരുന്നുണ്ട് കൊല്ലത്തു നിന്നും. സുധീഷ്, എന്താണ് ഉണ്ടായത്? എപ്പോഴാണ് ഈ സംഭവം? ആരെങ്കിലും വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങൾ. തീർച്ചയായും അത്തരത്തിലൊരു ആശങ്കയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സിനും പോലീസിനും ഒക്കെ ഉള്ളത്. കാരണം ഇതൊരു സർവീസ് സ്റ്റേഷനാണ്. സർവീസ് സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയുടെ മുകളിലേക്കാണ് ഈ ശക്തമായ ഉച്ചയ്ക്ക് ശേഷം ഈ പ്രദേശത്തൊക്കെ ശക്തമായ മഴയും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് അല്പം ഉയർന്ന പ്രദേശത്ത് നിന്നും മണ്ണിടിഞ്ഞ് ആ മണ്ണിനോട് ചേർന്ന് കെട്ടിയിരുന്ന സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുകയും ഈ സർവീസ് സ്റ്റേഷന്റെ കോൺക്രീറ്റ് ഭിത്തിയും ഒക്കെയാണ് ഈ ടോറസ് വാഹനത്തിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. വാഹനത്തിനുള്ളിൽ ഈ സർവീസ് സ്റ്റേഷനിലെ ഒരു തൊഴിലാളി കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇയാൾക്ക് ആളപായമോ അത്തരത്തിലുള്ള അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമാകുന്നുണ്ട്. ആ പ്രദേശത്തു നിന്നും ലഭിക്കുന്ന സൂചനകൾ അത്തരത്തിലാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇയാളെ പുറത്തിറക്കാനുള്ള ഒരു ശ്രമം തുടരുകയാണ്. ഏതായാലും വാഹനത്തിന് മുകളിലേക്ക് ഈ മണ്ണും ഒപ്പം തന്നെ കോൺക്രീറ്റ് ഭിത്തിയും ഇടിഞ്ഞു വീണ് നിൽക്കുന്നതിനാൽ ആളിനെ പുറത്തേക്ക്, അതായത് വാഹനത്തിനുള്ളിൽ സർവീസ് സ്റ്റേഷനിലെ തൊഴിലാളി ഈ വാഹനം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇയാളെ പുറത്തെത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് നടത്തി വരികയാണ്. ഏതായാലും അപകടമൊന്നും മറ്റ് ആളപായമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രദേശത്തൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഏതായാലും വാഹനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ആളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ വലിയ രീതിയിലുള്ള ഒരു മഴയാണ്. പ്രദേശത്തെ കാറ്റും ഒപ്പം മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കിഴക്കൻ മേഖലയൊക്കെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആശങ്കയിലാണ്. കാരണം പല പ്രദേശങ്ങളിലും വാഹനങ്ങൾ കടപുഴകി വീഴുമെന്ന ഒരു ആശങ്കയും അല്ലെങ്കിൽ അത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദാരുണമായ ഒരു സംഭവം, അതായത് ഈ ടോറസ് വാഹനത്തിന് മുകളിലേക്ക് കോൺക്രീറ്റ് ഭിത്തി ഉൾപ്പെടെ മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. നിർത്തിയിട്ടിരുന്ന ടോറസ് വാഹനമാണ്. ഒരു സർവീസ് സ്റ്റേഷനായിരുന്നു ഇത്. ഈ സർവീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിനുള്ളിലെ ഒരു തൊഴിലാളി ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു എന്നൊരു വിവരമാണുള്ളത്. ഇയാൾക്ക് മറ്റ് ആശങ്കകളൊന്നും പ്രദേശത്ത് ഇല്ലെങ്കിൽ പോലും ഇയാളെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തി വരികയാണ്. അശ്വതി. ശരി സുധീഷ്, മണ്ണിടിച്ചിലിനൊപ്പം കൂറ്റൻ കോൺക്രീറ്റും ഭിത്തിയിടിഞ്ഞ് ടോറസിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. JCB എത്തിച്ച് മണ്ണും കോൺക്രീറ്റും ഉൾപ്പെടെ മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ഒപ്പം ഈ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമവും തുടരുന്നു. വിവരങ്ങളാണ് കൊല്ലത്തു നിന്നും സുധീഷ് നൽകിയത്.